സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ ആരെന്ന് കണ്ടെത്താനാകാതെ പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA പരിശോധനാ ഫലം ഇന്നു ലഭിക്കും. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. നേരത്തെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്നിട്ടിപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ CCTV ദൃശ്യം, സമീപത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആകെയുള്ളൊരു തെളിവ്. അതായത് ഈ DNA പരിശോധനാ ഫലം ലഭിക്കാതെ പ്രതി ആരാണെന്ന് എന്തുകൊണ്ടാണ് പോലീസിന് ഉറപ്പിക്കാൻ കഴിയാത്തത്? കഴിഞ്ഞ 2-3 ദിവസമായി കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും യാതൊരു വിവരവും ലഭ്യമായിട്ടില്ലേ? ടോമേ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ DNA പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. ഏതായാലും അല്പസമയം മുമ്പ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതായാലും DNA ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. അനൌദ്യോഗികമായി ഇവർക്ക് ഇന്ന് വൈകുന്നേരത്തിനകം ഈ DNA പരിശോധനാ ഫലം അറിയാൻ പറ്റുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇതിലൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇയാൾ തന്നെയാണോ ഈ പ്രതി, ഇത്രയും നീചമായൊരു പ്രവൃത്തി നടത്തിയ പ്രതി ഇയാൾ തന്നെയാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇയാൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 3 ദിവസം ഇപ്പോൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് ഏതായാലും വലിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇനി പരിശോധനാ ഫലം ഇയാൾക്ക് അനുകൂലമായി വരികയാണെങ്കിൽ പോലീസിന്റെ മുന്നിൽ ഇനി പ്രതി ആര് എന്ന ചോദ്യം ഉയരും. അത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ചുള്ള ഈ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇനി തുടർ അന്വേഷണത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന എല്ലാ CCTV ദൃശ്യങ്ങളിലും ഈ പ്രതിയുടെ മുഖം വ്യക്തമല്ല. നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യം നമുക്ക് മനസ്സിലാവും. മരങ്ങളും അതുപോലെ തന്നെ ഒരു ഗേറ്റും ഇത് കടന്നു വരുന്ന, അതായത് പുലർച്ചെ ഈ അതിക്രമം നടത്താൻ പ്രതി കടന്നുവരുന്ന ദൃശ്യമാണ് ഈ CCTVയിലുള്ളത്. ഇത്തരത്തിലുള്ള CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ സംശയം തോന്നി ഉള്ള ഇയാൾ 2 കേസിൽ ഇപ്പോൾ വാറണ്ട് നേരിടുന്ന ഒരാളാണ്. നേരത്തെ ബംഗളൂരുവിലേക്ക് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലും ഒപ്പം മുളക് പൊടി വിതറി ഇത്തരത്തിൽ അതിക്രമം നടത്തിയ 2 കേസിലും ഇയാൾക്ക് വാറണ്ട് നിലനിൽക്കുന്നുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ ഈ DNA പരിശോധനാ ഫലം വരും മുൻപ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയാൽ ചിലപ്പോൾ ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് DNA പരിശോധനാ ഫലം ലഭിക്കുക, അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക, ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുക. ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചാൽ പോലീസിന് എളുപ്പമാകും കാര്യങ്ങൾ. എന്തായാലും അതിനുവേണ്ടി പോലീസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. എന്തായാലും 25-അംഗ പ്രത്യേക സംഘത്തെ, അതായത് ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ബൈജു സൂചിപ്പിച്ചതിലുള്ള സൂചനകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാളൊരു കൊടും ക്രിമിനലാണ്. ഇത്രയും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ വ്യക്തി എങ്ങനെയാണ് കാസർഗോഡ് പടന്നക്കാട് ഈ കുട്ടിയുടെ വീടിന് സമീപത്ത് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഇയാൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എത്രയും പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇയാൾ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ലഹരിക്കടിമയായി ഈ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മാത്രമല്ല പല വീടുകളിലും വാതിൽ മുട്ടുക, പുലർച്ചെ 5 മണിക്കൊക്കെ വാതിലിൽ മുട്ടുക, ഇത്തരത്തിലുള്ള സ്വഭാവം ഇയാൾക്കുണ്ട് എന്നാണ് നാട്ടുകാരും പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ സംഭവം നടന്ന അന്ന് മുതൽ ഇയാളെ ഈ പ്രദേശത്ത് കാണാനില്ലായിരുന്നു. അങ്ങനെയാണ് സംശയം തോന്നി പോലീസ് ഇയാളെ ബന്ധു വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഇപ്പോൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, അതായത് പോലീസ് നായ ഒടുവിലെത്തിയ ആ സ്ഥലത്ത് ഇയാൾ പല ദിവസങ്ങളിലും അവിടെയാണ് ഇയാൾ കിടന്നുറങ്ങാറുള്ളത്. വീട്ടിൽ ഇയാൾ അധികവും പോകാറില്ല. വീട്ടിൽ ബഹളമുണ്ടാക്കാറുണ്ട്. ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ കേസുകളുള്ള ഒരാളാണ്. വാറണ്ട് ഇയാൾക്ക് എതിരെ നിലനിൽക്കും. അത്തരത്തിൽ ഇയാൾക്കെതിരെയാണ് എല്ലാ സാഹചര്യ തെളിവുകളും. പക്ഷേ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം ഇയാൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. പോലീസിന്റെ എല്ലാ ചോദ്യം ചെയ്യലിലും ഇയാൾ ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അന്വേഷണത്തുമായി ഇയാൾ ഒരു സഹകരണവുമില്ല. അതുകൊണ്ടാണ് ഈ DNA പരിശോധനാ ഫലം കണ്ണൂർ ഫോറൻസിക് ലാബിലേക്ക് പോലീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ
ഇയാൾ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളിൽ നിന്നും ഇയാളാകാം ആ പ്രതി എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഇയാൾ ഇതുവരെ ചോദ്യം ചെയ്യലിൽ ഇത് സമ്മതിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സമാന്തരമായി മറ്റ് ഇതിന് കൂടുതൽ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഈ അതിക്രമം കാട്ടിയെന്ന കാര്യത്തിൽ പോലീസിന് സംശയമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ DNA പരിശോധന ഫലം അനൌദ്യോഗികമായി പോലീസിന് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് എളുപ്പമാകും. ഇയാളെ ചോദ്യം ചെയ്ത് ഈ സംഭവത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോലീസിനെത്താൻ പറ്റും. എന്തായാലും DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് ഇതിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഈ കേസ് വളരെ ഗൗരവമായാണ് പോലീസ് എടുക്കുന്നത്. ഒരു പക്ഷേ DNA പരിശോധനാ ഫലം ഈ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ള ആൾക്ക് അനുകൂലമാവുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാവും. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധവുമായി ഇന്നലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാളല്ല പ്രതിയെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം വരും. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രതിയാണെന്ന സ്വാഭാവികമായും യാതൊരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ, ഈ കൊടും ക്രിമിനലിനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് കഴിയുന്നില്ല. ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ല. മാത്രമല്ല, നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ്. സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ പുലർച്ചെ ഉൾപ്പെടെ ചെന്ന് വാതിൽ മുട്ടി ആളുകളെ പുറത്തിറക്കുന്ന, അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നൊരു വ്യക്തി ഇത്രയും കേസുകൾ പ്രതിയായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇയാളെ പിടിച്ച് ജയിലിലിടാൻ, ഈ കഴിഞ്ഞ മറ്റു കേസുകളിലൊക്കെ ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിയാതിരുന്നത്? ബൈജു, അത് പോലീസിന്റെ വീഴ്ച തന്നെയല്ലേ? തീർച്ചയായും ഈ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൽ ഏറ്റവും ഇവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, ഇതിൽ സാക്ഷി പറയാനായി ആരും നാട്ടുകാർ ഇത്തരത്തിൽ നേരിട്ട് രംഗത്ത് വരാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ഭയമാണ് അവർക്ക്. ഈ ഒരു പ്രദേശം മുഴുവൻ ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമാണ്. നമുക്കറിയാം, പടന്നക്കാട് ഈ മേൽപ്പാലത്തിന് സമീപത്തൊക്കെ ഈ ലഹരിക്കാരുടെ ഒരു താവളമാണ്, അവരുടെ കേന്ദ്രമാണ്. ഇവിടുത്തെ കച്ചവടവും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും നടക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ കഴിഞ്ഞ DYSP ബാലകൃഷ്ണൻ നായരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ തോതിൽ പരിശോധന നടക്കുകയും മാത്രമല്ല അവിടെ ഒരു മഹൽ കമ്മിറ്റി തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ മഹൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാൻ ഉൾപ്പെടെയുള്ള വളരെ മാതൃകാപരമായ തീരുമാനമെടുത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ലഹരി ഉപയോഗം കുറക്കാൻ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ ഈ പ്രദേശത്തൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഈ പ്രദേശവാസികൾ സഹകരിക്കുന്നത് വളരെ കുറവാണ്. അവർക്ക് ഭയമാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാളെ പോലെ ഒരുപാട് പേർ ഈ ലഹരി മാഫിയയുടെ വലിയ കണ്ണികൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന് ആരും സാക്ഷി പറയാൻ തയ്യാറാകുന്നില്ല. ഇത് തന്നെ ഇയാൾ പുലർച്ചെ ഒരു വീട്ടിൽ കയറി പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി എവിടെയാണെന്ന് ഇയാൾ ലഹരിയിൽ വരികയായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചോദിച്ചു എന്ന് പറയും. അത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് തൊട്ടുപിന്നാലെ ഇവർ ഈ സംഭവമായി ബന്ധമുണ്ടെന്ന് കരുതി അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇയാളിലേക്ക് ഈ അന്വേഷണം പോലും എത്തും, ഇയാളെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ ഇതിൽ വിവരങ്ങൾ നൽകാൻ നാട്ടുകാർ ഭയക്കുന്നു എന്നതാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഇതിലെ പ്രതിയെ പിടികൂടുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇയാളാണോ പ്രതി എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഇല്ലെങ്കിൽ ഇവർക്ക് ഇനി പ്രതിയെക്കുറിച്ച് വീണ്ടും, അതായത് സീറോയിൽ നിന്നും ആരംഭിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ കയ്യിൽ ഇവർക്ക് വേറൊരു പ്രതി സൂചന പോലും ഇവർക്കില്ല. ഇയാൾ തന്നെ ആകാം എന്ന ഒരു നിഗമനത്തിൽ. പക്ഷേ ഇയാൾ നേരത്തെയും ഈ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടപ്പോൾ, വലിയൊരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാംഗ്ലൂരിലേക്ക് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ ഡ്രൈവറായി പോയത് ഇയാളായിരുന്നു. അതിലെ പ്രതിയാണ് ഇയാൾ. ഇയാൾക്ക് വാറന്റ് നിലവിലുണ്ട്. ആ കേസിലും ഇയാൾ ചോദ്യം ചെയ്യൽ ആദ്യം നിരപരാധി എന്ന് പലതവണ പറയുകയും ഒടുവിൽ പോലീസ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CCTV ഒക്കെ കാണിച്ചാണ് ഇയാൾ അവസാനം കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു പഠിച്ച കള്ളനാണ്, വലിയ ക്രിമിനലാണ്, ഇത്തരത്തിൽ വലിയ അതിക്രമം നടത്തുന്ന ഒരാളാണ്. വീട്ടിൽ പലപ്പോഴും ഇയാൾ വീട്ടിൽ പോകാത്ത ഒരവസ്ഥയാണ്. ഇയാളുടെ ബന്ധു വീട്ടിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഏതായാലും രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു അവസ്ഥ ഇയാളിത് ഉണ്ട്. ഏതായാലും ഇയാളെ പോലെ ഒരുപാട് തീർച്ചയായും KV ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരമൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ, ഒരു കൊടും ക്രിമിനലാണോ നിലവിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഇയാളെന്ന്
പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി DNA പരിശോധനാ ഫലം പുറത്തുവരും. അതിന് പിന്നാലെ ഈ കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവിന്